ഒരു ലിപ് ഗ്ലോസ് ട്രൈ ചെയ്താലോ? ഒരു നോർമൽ ലിപ് ഗ്ലോസ് അല്ല, NYXന്റെ ഡക്ക് പ്ലം. ഇതിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സൊക്കെ പ്ലംബായി വരുമെന്നാണ് പറയുന്നത് കേട്ടോ. സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത് കേട്ടോ, ഒരു വാർണിംഗ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രീം സെൻസേഷൻ എന്നൊക്കെ. എങ്ങനെ ആയിരിക്കുന്നൊന്നും എനിക്കൊരു പിടിയില്ല കേട്ടോ. എനിക്ക് എൻ്റെ ലിപ്സ് കുറച്ച് പ്ലംബായി കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് മേടിച്ചത്. ഒരു മീഡിയം ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇത് ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് ഇല്ലായില്ല. ചെറിയൊരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലിപ് ബാം എന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടിയ ഒരു പ്ലംപി ആയിട്ടുള്ള ലിപ്സ് എന്തായാലും ഇട്ട് കൊടുക്കാം. ഉദ്ദേശിച്ചിരുന്ന ബ്രൗൺ ഇച്ചിരി മാറിപ്പോയോ എന്നൊരു ഡൗട്ട്. കളർ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. കുഴപ്പമില്ല, എന്തായാലും പ്ലംബി ആയിട്ടുള്ള ലിപ്സിന് വേണ്ടിയിട്ടല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ ബേണിംഗ് സെൻസേഷൻ അത് നന്നായിട്ട് വന്നു തുടങ്ങി. സമയം കൂടുന്തോറും ആ സെൻസേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു കേട്ടോ. ഒരു പച്ചമുളകൊക്കെ ഇട്ട് നമ്മുടെ ലിപ്സിൽ തേച്ച എങ്ങനെ ഇരിക്കും അതുപോലെ ഞാനിരുന്ന് വേർക്കുമായിരുന്നു. ഈ ഒരു ബേണിങ് കൂടുതലല്ലേ എന്നൊരു സംശയം എനിക്ക് ഇല്ലാതുണ്ടായിരുന്നില്ല. ലിപ് ഗ്ലോസ് കുറച്ച് പല്ലിലും പെട്ടു കേട്ടോ. വല്ലാത്തൊരു ചൊവ. കുറച്ചങ്ങോട്ട് വായിലോട്ട് പോയോ എന്നൊരു ഡൗട്ട്. ശരിക്കും എനിക്ക് നല്ലൊരു എരിവ് ഫീൽ ചെയ്തു കേട്ടോ. എല്ലാം ക്ഷമിച്ചും സഹിച്ചും ഞാൻ എൻ്റെ പ്ലംബി ആയിട്ടുള്ള ലിപ്സ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം എൻ്റെ ലിപ്സിൽ എനിക്കൊരു ഉറുമ്പ് കടിച്ചൊരു എഫക്റ്റ് ഒക്കെ ഫീൽ ചെയ്ത് തുടങ്ങി കേട്ടോ. ചെറുതായിട്ടൊരു പ്ലംനെസ് വന്നിട്ടുണ്ട്. ഡക്കിൻ്റെ അത്ര ഇല്ലെങ്കിലും ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ലിപ് ഷെയ്ഡും അത്ര ബോറല്ലല്ലേ.